എന്റെ ഒരു പ്രസംഗം അതൊരു ക്ലിപ്പായി യൂട്യൂബിലിട്ടിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ ഖലീൽ ഉദവി, ഞാൻ പോലും അറിയില്ല. എത്രയോ 4-5 വർഷം മുമ്പത്തെ ഒരു പ്രഭാഷണം, 4-5 വർഷം മുമ്പുള്ളൊരു പ്രഭാഷണം. ആ പ്രഭാഷണത്തിന്റെ ക്ലിപ്പെടുത്തിട്ട് യൂട്യൂബിൽ ഇൻകം ഉണ്ടാക്കാനും വരുമാനം ഉണ്ടാക്കാൻ ഏറ്റവും തറയായ വീഡിയോ ഇട്ടാലാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവുക. പെണ്ണുങ്ങള് കുപ്പായിട്ടിട്ട് ഫോട്ടോ ഇട്ടാലല്ല ലൈക്ക് ഉണ്ടാവുക, കുപ്പ അയച്ചിട്ടിട്ട് ഫോട്ടോ ഇട്ടാലാണ് കൂടുതൽ ലൈക്ക് ഉണ്ടാവുക. എത്ര കണ്ട് തുറക്കുന്നുണ്ടോ അത്ര കണ്ട് ലൈക്കും വ്യൂവേഴ്സ് ഉണ്ടാവും. വീഡിയോസ് അങ്ങനെ തന്നെയാണ്, സോഷ്യൽ മീഡിയ അങ്ങനെയാണ്. അപ്പൊ ചില ആളുകൾ ഇൻകം ഉണ്ടാക്കാനും സമൂഹത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും ഇല്ലാത്ത അപവാദങ്ങൾ സ്വന്തമായി ഉണ്ടാക്കാണ് ചില നുണകള്. അതിനടിസ്ഥാനം എന്താ? ആ പ്രസംഗം കേട്ടു നോക്കുമ്പോ അതിലൊരു സ്ഥലത്ത് പോലും അങ്ങനെ നമ്മൾക്ക് കാണാൻ കഴിയില്ല. ഞാനത് കേട്ട് ഞാൻ കണ്ടു, ഇവിടെ സാദിഖ് അലി തങ്ങൾ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു മഹാനാണ്. ഞാൻ കേട്ടു നോക്കി ഞാൻ പൊതുവെ കമന്റ്സ് ഒന്ന് വായിക്കുന്ന ആളെ കമന്റ്സ് വെച്ച് എന്താണ് ഈ കണ്ട ആളുകൾക്ക് എന്താ പറയുന്നത് നോക്കുമ്പോ അതിലെ ബഹുഭൂരിഭാഗം ആളുകളും യൂട്യൂബർ പറയാണ് മൂപ്പരും അവരും തമ്മിലുള്ള ബന്ധം ഒക്കെ അറിയാം, ഇതിൽ മൂപ്പരെ കുറിച്ചുള്ള ഒരു വാക്ക് പോലില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത് എഴുതിയത്, പെട്ടെന്ന് ഡിലീറ്റ് എന്ന രീതിയിലുള്ള കമന്റുകൾ. ഇതൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എന്തായാലും അത് പുറത്തു കൊടുക്കൂല, എന്റെ മരണം വരെ ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല. ഇത്തരം തോന്നിവാസങ്ങൾ സമൂഹത്തിന്റെ ഭിന്നിപ്പിന് വേണ്ടി ഉണ്ടാക്കിയാൽ എന്റെ ഈ 8-9 വർഷത്തെ പ്രസംഗത്തിന്റെ കാലയളവിൽ ഒരു വ്യക്തിക്കെതിരെ ഒരു വാക്ക് എന്റെ പ്രഭാഷണത്തിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല, ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ എന്തായാലും അത് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രക്ഷപ്പെടാൻ കഴിയും തോന്നുന്നുണ്ടോ? ഇത് AI റോബോട്ടുകൾ ഉണ്ടാക്കിയിട്ട് ചാനലൊന്നല്ലോ, ഇത് വ്യക്തികൾ ഉണ്ടാക്കുന്ന ചാനലല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇതിന്റെ പിന്നിലുണ്ടാവൂലേ? ഇയാൾക്ക് എന്തുദ്ദേശമാണ്? അയാളുടെ ചാനലുകൾ എടുത്തു നോക്കിയാൽ മതി. ആ ചാനലിൽ മൊത്തം അദ്ദേഹത്തിന്റെ വീഡിയോകൾ കുത്തിത്തിരിപ്പുകളാണ്, ഫിത്നകളാണ്, സമൂഹത്തിലുള്ള ഭിന്നിപ്പുകളാണ്. ഇത്തരം ആളുകൾ സമൂഹത്തിൽ ഭിന്നിപ്പല്ലാതെ വേറെന്താ ഉണ്ടാക്കുക? ഇത്തരം ആളുകൾക്ക് അള്ളാഹു മാപ്പ് നൽകും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വിഷയവുമായി ഒരു ബന്ധം പോലില്ലാത്ത തംബ്നെയിലുകൾ, കവർ പേജുകൾ, ക്യാപ്ഷനുകൾ, എന്നിട്ട് ആളുകളെ ഇങ്ങോട്ട് വരൂ ഇങ്ങനൊരു വിഷയം ടോപ്പിക് കൊടുത്താലേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. ആർക്കാണ് ഈ ഹറാമായ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അപകടം 30 വ്യഭിചാരങ്ങളെക്കാളും അപകടകരമായ പണിയാണ് ഇത്തരം ആളുകൾ എടുക്കുന്നത്. നാവും കൈയും സൂക്ഷിച്ചില്ലെങ്കിൽ സ്വർഗത്തിന്റെ 7 ഏലത്ത് പോലും എത്തൂല എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. സോഷ്യൽ മീഡിയകൾ ഉപയോഗിക്കുമ്പോ 2 പേര് സംസാരിച്ചാൽ 2 പേരിൽ തീരുകയാണ് വിഷയം. സോഷ്യൽ മീഡിയയിലൂടെ കമന്റുകള്, യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും വാട്സപ്പ് ആയാലും, പ്രിയപ്പെട്ടവരെ, അതിങ്ങനെ പല ആളുകൾ കണ്ട് പല ആളുകൾ കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് ലോകം മൊത്തം കാണുന്ന ഏറ്റവും വലിയ തോന്നിവാസവും തമ്മാടിത്തരവുമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ സൂക്ഷ്മതയോടെയല്ലാതെ ഒരു കാരണം